അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മളെ ജംറയിലെ കല്ലേറുകൾ എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് ജംറയിൽ എത്ര ജംറകളുണ്ട്? 3 ജംറകളാണുള്ളത്. ജംറത്തുൽ ഉല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ, അങ്ങനെ 3 ജംറകളാണ് നമുക്കുള്ളത്. ഇതിൽ ഏറ്റവും ചെറിയ ജംറ ഏതാണ്? ജംറത്തുൽ ഉല എന്ന് പറയുന്ന ജംറ. അതിന് ഏറ്റവും വലിയ ജംറ ഏതാണ്? ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ജംറ. അങ്ങനെ 3 ജംറകളാണ്. ഇതെല്ലാം ഒരേ നിരയിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ കല്ലേറ് വരുന്നത് എന്താണ്? ദുൽഹജ്ജ് 10-ന്. അന്നത്തെ കല്ലേറ് എത്ര കല്ലുകൾ നമ്മൾ എറിയും? ആദ്യത്തെ ദിവസം 7 കല്ലുകൾ എറിയുള്ളൂ. ദുൽഹജ്ജ് 11-നും 12-നും 13-നും എത്ര കല്ലുകൾ എറിയും? ഒരു ദിവസം 21 കല്ലെറിയും. അതായത് 3 ജംറകളിലും 7 കല്ലുകൾ വീതമാണ് എറിയുക. അങ്ങനെ 3 ദിവസങ്ങളിലും 7 കല്ലുകൾ വീതം എറിയുമ്പോൾ എത്ര കല്ലുകളായി? 63 കല്ലുകളായി. അപ്പൊ 4 ദിവസത്തേക്ക് മൊത്തത്തിൽ 70 കല്ലുകൾ കേട്ടോ. ഇനി നമ്മൾ കല്ലെറിയാൻ പോകുന്നത് ദുൽഹജ്ജ് 10-ന് ആദ്യം നമ്മൾ കല്ലെറിയുന്നത് എവിടെയാ? ജംറകളിൽ വലിയ ജംറയായിട്ടുള്ള ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ എറിയും. എന്നിട്ട് നമ്മൾ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ച് മിനയിലെ താമസ സ്ഥലങ്ങളിലേക്ക് വരും. അവിടെ നിന്ന് നമ്മൾ ബലിയർപ്പിക്കലും കാര്യങ്ങളൊക്കെ, മുടി നീക്കം ചെയ്യുക, മുട്ടയടിക്കുക, പിന്നെ പുതിയ ഡ്രസ്സുകളൊക്കെ ധരിച്ച് നമ്മൾ ഇഹ്റാമിൽ നിന്ന് ഭാഗികമായിട്ട് നമ്മൾ തഹല്ലുലാവും. ഇനി 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ ദിവസം ബാക്കിയുള്ളത് അയ്യാം താരീഖായിട്ടുള്ള ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12, 13. ദുൽഹജ്ജ് 11-ന് നമ്മൾ ഇതേപോലെ കല്ലെറിയാൻ വേണ്ടി പോകും ജംറയിലേക്ക്. അവിടെ 3 ജംറകൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ചെറിയ ജംറയായിട്ടുള്ള ജംറത്തുൽ ഉലയിൽ നമ്മൾ ആദ്യം 7 കല്ലെറിയും. കിബിലക്ക് മുന്നിട്ടും കൊണ്ട് നിന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കുറച്ചു മുമ്പിലേക്ക് പോയിട്ട് ജംറത്തുൽ ഉസ്തയിൽ കല്ലെറിയും. കിബിലക്ക് മുന്നിട്ടും കൊണ്ട് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ജംറത്തുൽ അഖബയിലും ഇതേപോലെ 7 കല്ലുകൾ എറിയും. ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞതിന് ശേഷം കിബിലക്ക് മുന്നിട്ടും കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നേരെ മിനയിലേക്ക് താമസ സ്ഥലത്തേക്ക് വരാം. ദുൽഹജ്ജ് 12-നും പോവുക. ഇതേപോലെ തന്നെ കല്ലെറിയ 3 ജംറകളിലും ഇതേപോലെ തന്നെ ആദ്യം ജംറത്തുൽ ഉല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ കല്ലെറിയാം. തിരിച്ച് മിനയിലെ താമസ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇതേപോലെ തന്നെ ദുൽഹജ്ജ് 13-നും ഇതേപോലെ തന്നെ പോവുക. ജംറത്തുൽ ഉല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ 3 ജംറകളിൽ നമ്മൾ കല്ലെറിഞ്ഞിട്ട് മിനയിലെ ടെന്റുകളിലേക്ക് മടങ്ങും. ഇങ്ങനെ 3ാമത്തെ ദിവസം ദുൽഹജ്ജ് 13-ന് കല്ലെറിഞ്ഞതിന് ശേഷം മിനയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് അസീസയിലേക്കുള്ള താമസ സ്ഥലത്തേക്ക് വരും. ഇനി കല്ലെറിയാൻ പോകുന്ന സമയം എപ്പോഴാണ്? കല്ലേറിന്റെ ആദ്യത്തെ ദിവസമായിട്ട് ദുൽഹജ്ജ് 10-ന് നമ്മൾ ജംറത്തുൽ അഖബയിൽ കല്ലെറിയാൻ പോകുന്ന സമയം സുബൈക്ക് ശേഷം ലുഹർ വരെ. ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ലുഹയുടെ സമയത്താണ് ഏറ്റവും ഉത്തമം. ഇനി ദുൽഹജ്ജ് 11, 12, 13 ബാക്കിയുള്ള 3 ദിവസത്തെ കല്ലെറിന് എപ്പോഴാണ് സമയം? ലുഹറിന് ശേഷം അസർ വരെ. ഈ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? മിനയിൽ നിന്ന് ജംറയിലേക്ക് പോയിട്ട് കല്ലെറിഞ്ഞിട്ട് തിരിച്ചു വരിക. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ജംറത്തുൽ ഉലയിലാണോ നിൽക്കുന്നത്, ജംറത്തുൽ ഉസ്തയിലാണോ, ജംറത്തുൽ അഖബയുടെ അടുത്താണോ നിൽക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ ഏത് ജംറയുടെ അടുത്താണോ നിങ്ങൾ, ജംറയുടെ മുകളിൽ നമുക്ക് പേരൊന്നും എഴുതിയിട്ടില്ല. ജംറയുടെ 2 വശങ്ങളിലായിട്ടും ചുമരുണ്ടാവും. ഈ ചുമരിന്റെ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടാവും, ജംറത്തുൽ ഉല എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ 3 ജംറയുടെ ചിത്രം അവിടെ അങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാവും. അതിൽ ഏത് ജംറയാണോ കറുപ്പ് കളറിൽ അടയാളപ്പെടുത്തിയത് അതാണ് നിങ്ങൾ നിൽക്കുന്ന ജംറ. അപ്പൊ അതിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും ജംറത്തുൽ ഉല. കറുപ്പ് കളറിൽ അടയാളപ്പെടുത്തിയ ജംറ ഏതാണോ അതാണ് നിങ്ങൾ തൊട്ടടുത്തുള്ള ജംറ. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. ഇത്രയും കാര്യങ്ങളുള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഹജ്ജ് മഖ്ബൂലും മബ്രൂറുമായിട്ടുള്ള ഹജ്ജായിട്ട് പടച്ചറബ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.